ഇനി അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചൊരിയുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവർ ഖുർആനിലേക്കും സുന്നത്തിലേക്കും അടക്കുകയും അതോടൊപ്പം തന്നെ പരസ്പരം എന്ത് ചെയ്യൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന നസീഹത്തില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ റഹ്മത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇഖ്തിലാഫ് ഉണ്ടെങ്കിലും അവിടെ അവർ നല്ല രൂപത്തിൽ പെരുമാറുന്നതാണ്. കമാ കാന സ്വഹാബത്തു ഫീ ഖിലാഫത്തി ഉമർ വ ഉസ്മാൻ യതനാസഊന ഫീ ബഅദി മസാഇൽ ഇജ്തിഹാദ് ഫയുഖിറു ബഅദുഹും ബഅളാ വലാ യഅ്തദി വലാ യുഅ്തദാ അലൈഹി. ഉമർ അള്ളാഹിൻ്റെ കാലഘട്ടത്തിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അഭിപ്രായ വ്യത്യാസത്തിലായ വിഷയങ്ങളുണ്ട് സ്വഹാബാക്കൾ പരസ്പരം. പക്ഷെ അവിടെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല? പരസ്പരം ദേഷ്യം വെച്ച് പുലർത്തുക, ഒരാൾ മറ്റൊരാൾക്കെതിരെ സംസാരിക്കുക, അങ്ങനെയുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. കാരണം എന്ത് ലഭിച്ചിട്ടുണ്ട്? അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. റഹ്മത്ത് ലഭിക്കാത്ത ആളുകളുടെ അവസ്ഥയാണെന്ത്? വഖഅ ബൈനഹുമുൽ ഇഖ്തിലാഫുൽ മദ്മൂം. ശറഅ നിരോധിക്കപ്പെട്ട ഇഖ്തിലാഫിൽ എന്ത് ചെയ്യും? അവർ ചെന്ന് ഭവിക്കും. ഫബഗാ ബഅ്ളുഹും അലാ ബഅ്ൾ. ചില ആളുകൾ മറ്റാളുകൾ എന്ത് ചെയ്യും? അതിക്രമിക്കും, അവരോട് അക്രമം ചെയ്യും. ഇമ്മാ ബിൽ ഖൗൽ, ഒന്നുകിൽ എന്തായിരിക്കും? നാവ് കൊണ്ട്, സംസാരം കൊണ്ടായിരിക്കും. അതെങ്ങനെ? മിസ്ല തക്ഫീരിഹി വ തഫ്സീഖിഹി. ഓൻ കാഫിറാണെന്ന് പറയാം, ഓൻ ഫാസിഖാണെന്ന് പറയാം. വ ഇമ്മാ ബിൽ ഫിഅൽ, അതല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ടായിരിക്കും എന്ത് ചെയ്യുക? അതിക്രമം ചെയ്യുക. മിസ്ല ഹബ്സിഹി, ഓനെ പിടിച്ചു വെക്കും, അതല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓനെ അടിക്കും, അതല്ലെങ്കിൽ ഓനെ കൊല്ലും. അപ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇഖ്തിലാഫ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അടിയുണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അടിയുണ്ടാകുന്ന, അസൂയ വെച്ച് പുലർത്തുന്ന എല്ലാ അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. അത് അവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തില്ല? അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാതെ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്.